മക്കൾക്ക് വേണ്ടി ഒന്ന് നേർച്ചയാക്കിയാൽ എന്താ ഫലിക്കാതിരിക്കുന്നത്? ഉമ്മാൻ സ്നേഹമുള്ള ദുആ വാങ്ങി കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ച പല ചോദ്യങ്ങളുടെ ചോദ്യമാണ്. പടച്ചോനെ, ഈ ദുനിയാവിൽ വെച്ച് നാളെ സ്വർഗ്ഗത്തിൽ എന്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന, എന്റെ സീറ്റിന്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ആളെ എനിക്ക് നീ ഒന്ന് കാണിച്ചു തരണം. മൂസാ നബിയുടെ ദുആണ്, അല്ലാഹുമ്മ അരിനി ജലീസി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ ഇരിക്കുന്ന ആളെ എനിക്കൊന്ന് കാണിച്ചു തരണം. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഇന്നാലിന്റെ ഗ്രാമത്തിലേക്ക് പോകണം, ഒരു നാടിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ എത്തിയാൽ അറവുശാലയിൽ ഇറച്ചി വിൽക്കുന്ന ഒരാളെ കാണാം. അദ്ദേഹമാണ് സ്വർഗ്ഗത്തിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന ആള്. മൂസാ നബി അലൈഹി സ്വലാം ചിന്തിച്ചു, പടച്ചോനെ, അല്ലാഹു തആല ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞത് ഇറച്ചി വിൽക്കുന്ന ഒരാളാണ് എന്റെ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ ആളെന്നല്ലേ? ഒന്ന് കണ്ടു മനസ്സിലാക്കണം, എന്തെങ്കിലുമൊക്കെ ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ടാവും. അങ്ങനെ പോയി മൂസാ നബി അലൈഹി സ്വലാം ചെന്നു, നാട്ടിലെത്തി. അദ്ദേഹം ഇങ്ങനെ ഇറച്ചി വിൽക്കുന്നുണ്ട്. അവസാനം ഒരു പാക്കറ്റിൽ കുറച്ച് ഇറച്ചി എടുത്തു. മൂസാ നബി അലൈഹി സ്വലാമാണെന്ന് അറിയില്ലല്ലോ. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാനും പോരട്ടെ, നിങ്ങളുടെ കൂടെ വീട്ടിലേക്ക് പോന്നോളൂ എന്ന് പറഞ്ഞു. ഇതാരാ നാളെ അറിയില്ല. മൂസാ നബി അലൈഹി സ്വലാം പരിചയപ്പെടുത്തിയിട്ടില്ല. ഒരു ഗസ്റ്റ് ആയിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലൊരു ഗസ്റ്റിനെ കൊണ്ടുപോയി ആ ഗസ്റ്റിനെ നല്ലോണം പരിഗണിക്കണം, അതിഥിയെ നല്ലോണം ബഹുമാനിക്കണം. ആ അതിഥി അവിടെ ഇരുത്തി നേരെ ഉള്ളിലേക്ക് കയറി. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ഒന്ന് വീക്ഷിച്ചു, എന്താണ് ഉള്ളിൽ പണി? അദ്ദേഹം ഒരു കൊട്ട എടുത്തു കൊണ്ടുവരികയാണ്. ഉള്ളിൽ നിന്നൊരു കൊട്ട താങ്ങി പിടിച്ചുകൊണ്ടിരുന്നു. ആ കൊട്ടയിൽ വിറവിറക്കുന്ന ഒരു ശരീരമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന് മനസ്സിലായി, ഇത് ആടിന്റെ ശരീരമാണല്ലോ. ആ ശരീരത്തെ കുളിപ്പിച്ചു, വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, അസ്പൃശ്യതകളും അവശിഷ്ടങ്ങളും ഒക്കെ തുടച്ചു നീക്കി വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിപ്പിച്ചു, ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാം ഇപ്പോഴും ഇരിക്കുകയാണ്. ഇതാരാണെന്ന് ചോദിച്ചു. അതെന്റെ ഉപ്പയാണ്. ഉപ്പാക്ക് തളർവാദം പിടിച്ചു പോയതാണ്, നടക്കാൻ കഴിയാതെ ഉപ്പാനെ പരിരക്ഷിക്കാൻ വേണ്ടി ഒരാണും പെണ്ണുമായിട്ട് ഞാൻ ഒരു മകൻ മാത്രമേ ഉള്ളൂ. ഉപ്പാക്ക് മറ്റു മക്കളൊന്നുമില്ല. ഉപ്പാനെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാര്യം ഒരു പക്ഷേ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാകൂല. വീട്ടിലേക്ക് അതിഥിയെ കൊണ്ടുവന്നാൽ ആദ്യം നിങ്ങളെയാണല്ലോ ഞാൻ പരിഗണിക്കേണ്ടത്. പക്ഷേ ഇങ്ങനെ കിടക്കുന്ന വാപ്പാനെ പരിഗണിക്കാൻ വേണ്ടി മുന്നോട്ട് നീങ്ങിയതാണ്, വിഷമം തോന്നരുത്. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒരു വിഷമവുമില്ല. രണ്ടാമതൊരു കൊട്ട എടുത്തു കൊണ്ടുവന്നു. ആ കൊട്ടയിൽ ഒരു പെണ്ണിന്റെ ശരീരമാണ്. അത് ആണിന്റെ ശരീരത്തെക്കാൾ ശുഷ്കിച്ചിട്ടുണ്ട്. ആ പെണ്ണെന്തോ പറയുന്നത് കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാം കേൾക്കുന്നുണ്ട്. എന്താണ് ആ ഉമ്മ പറയുന്നത്? മകനിൽ നിന്ന് നല്ല ഖിദ്മത്തൊക്കെ കിട്ടിയ ഉമ്മ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇജ്അൽ ഇബ്നി ജലീസ മൂസാ ഫിൽ ജന്ന. അല്ലാഹുവേ, എന്റെ മോനെ മൂസാ നബി അലൈഹി സ്വലാം എന്നൊരു നബി ഇപ്പോ വന്നിട്ടുണ്ടല്ലോ, ആ നബിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ സ്വന്തം അടുത്തിരിക്കുന്ന ആളാക്കിയിട്ട് എന്റെ മോനെ നീ സ്വീകരിക്കണേ അല്ലാ. ഉമ്മാന്റെ നാവിൽ നിന്ന് ആ ദുആ കേൾക്കുന്നു മൂസാ നബി അലൈഹി സ്വലാം. ഉമ്മാന്റെ ശുശ്രൂഷ കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ പുറത്തു വന്നപ്പോ മൂസാ നബി അലൈഹി സ്വലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, മോനെ വിഷമിക്കരുത്, നമ്മൾ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കഴിയേണ്ടവരാണ്. അന കലീമുല്ലാഹി മൂസാ, ഞാനാണ് നിങ്ങളെ ഉമ്മ ചോദിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാം. ഞാൻ ഏറെക്കാലമായി അള്ളാഹിനോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഇന്നാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. തീർത്തും ശരിയാണ്, നിങ്ങൾ എന്റെ സ്വർഗ്ഗത്തിൽ അടുത്തിരിക്കാൻ പറ്റിയ ആളാണ്. കാരണം റബ്ബ് തആല നിങ്ങൾക്ക് തന്ന പൊരുത്തം, അല്ലാഹു നിങ്ങൾക്ക് തന്ന തൃപ്തി ചെറുതല്ല, വളരെ വലുതാണ്.